നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് ഞാൻ വീഡിയോസ് ഇട്ട സമയത്ത് എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ട് ഒരാളൊരു കമൻറ്റ് ഇട്ടേക്കോ, ആണാണോ പെണ്ണാണെന്നും അറിയത്തില്ല, നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ്. അത് മാത്രമല്ല വേറൊരു തെറിവാക്കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തെറിവാക്ക് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. മറ്റേ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് വേറുള്ളവർ പറഞ്ഞു, അതെ നെഗറ്റീവായിട്ട് വരുന്ന കമൻറ്റ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാൻ എന്നോട് പറഞ്ഞു. പക്ഷെ തെറിവാക്ക് മാത്രം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ബാക്കിയുള്ളവർ കാണുന്ന ആളതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ. പക്ഷേ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് അറിയത്തില്ലല്ലോ നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന്. ഒരു തവണയെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുള്ളവർക്കറിയാം അത് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊന്ന് എടുത്ത് ഒന്ന് അപ്ലോഡ് ചെയ്തിടുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ അവരുടെയൊക്കെ വിചാരം ചിലപ്പം ഇത് ഭയങ്കര എളുപ്പമുള്ള പണിയാണല്ലോ, ഇങ്ങനെ ഇതിന് മുന്നിൽ കുത്തിയിരുന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അവരെന്തുകൊണ്ടാണ് അങ്ങനെ മെസ്സേജ് ഇട്ടതെന്ന് അറിയത്തില്ല. വേണമെങ്കിൽ അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്താ തന്നെ നമ്മുടെ വീഡിയോ നമുക്ക് ആരുടെയും വീഡിയോ കാണുന്ന ഇഷ്ടമില്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുകയല്ലേ ചെയ്യുന്നത്. കമൻ്റ് ഇടുന്നതിനൊന്നും കുഴപ്പമില്ല. ചീത്ത നിങ്ങൾ അല്ലെങ്കിൽ ഇത് പോരാ, ഇച്ചിരി നന്നായിട്ട് ശ്രദ്ധിച്ച് പറയണം, അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാരെ കമൻ്റ് ഇടുന്നുണ്ട്. അതൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. കാരണം അവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പറയണത്. പക്ഷേ തെറിവാക്കിടുക എന്നൊക്കെ പറയുമ്പം അത് കുറച്ച് മോശമായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ എനിക്കിത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് കേട്ടോ പറഞ്ഞേ. കാരണം ഇന്നലെ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ല സങ്കടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും നമ്മൾ നാളത്തെ കഥയിൽ കാണാൻ പോകുന്നത് വൈജയന്തി ആകെപ്പാടെ ടെൻഷനിലാണ്. വൈജയന്തി ഒട്ടും പ്രതീക്ഷിച്ചില്ല ബാലേന്ദ്രൻ അങ്ങനെ പറയുന്ന, തന്നെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ താൻ ബാലേന്ദ്രൻ്റെ ആരുമല്ല എന്ന് പറയുന്ന, അതിന് മാത്രം താനും ബാലേന്ദ്രനും തമ്മിൽ ആകുന്നോ എന്നൊരു ചിന്ത വൈജയന്തിയുടെ മനസ്സിലുണ്ടായിരുന്നു. വൈജയന്തിയുടെ മനസ്സിൽ അത് മാത്രമായിരുന്നില്ല. കുറച്ച് കാലങ്ങളായി അലീന വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവളാണോ ഇതിനെല്ലാം കാരണം എന്നൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വൈജയന്തി ആണെങ്കിൽ അന്ന് വൈകുന്നേരം ആഹാരം കഴിക്കാൻ പോലും വന്നില്ല. ആഹാരം കഴിക്കാൻ കൃഷ്ണമോൾ പോയി വിളിച്ചിട്ട് വൈജയന്തി ആഹാരം പോലും കഴിക്കാൻ വരാതെ മുറിയിലിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾ വന്ന് ബബിതയോട് പറഞ്ഞു, അതെ അമ്മയ്ക്ക് നല്ല സങ്കടമായിട്ടുണ്ടെന്ന് തോന്നേ. അതെന്താ? അല്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നു അമ്മ ആഹാരം കഴിക്കാൻ വരാത്തെ. അല്ലെങ്കിൽ പിന്നെ അമ്മ ആഹാരം കഴിക്കാൻ വരണ്ടല്ലേ. ഒരു പക്ഷേങ്കിൽ അച്ഛനങ്ങനെ പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ബബിത പറഞ്ഞു, അതിന് അച്ഛൻ എന്താ പറഞ്ഞത്? അമ്മ പറഞ്ഞോളുള്ള മറുപടിയല്ലേ അച്ഛൻ കൊടുത്തത്. അല്ലെങ്കിലും അമ്മയുടെ കയ്യിൽ ഇപ്പം അത്ര ശരിയാന്ന് തോന്നുന്നുണ്ടോ? അമ്മ ഇത്രയും ദിവസം എവിടെയായിരുന്നു? അമ്മയ്ക്ക് തോന്നുമ്പോൾ വരുന്നു, തോന്നുമ്പോൾ പോന്നു. എന്നിട്ട് പിന്നെ ഭരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്ന കാര്യമാണോന്ന് ചോദിച്ചു. അത് കേട്ട് കൃഷ്ണമോൾ പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെയാ, പക്ഷേ എങ്കിൽ അമ്മയുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. അച്ഛൻ പറഞ്ഞ പോലെ ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ അങ്ങോട്ട് വിട്ടോണം, നമ്മൾ മൈൻഡാക്കാൻ പോകണ്ടെന്നേ. അപ്പം അമ്മ തനിയെ നിർത്തിക്കോളും. നമ്മൾ അതിനെല്ലാം മറുപടി കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിലാ അപ്പം പിന്നെ അവർക്ക് ഒന്നുകൂടെ ദേഷ്യം കയറുന്നേ. നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ബബിതേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോൾ അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്ത് മുറിയിലേക്ക് കയറുന്നു. രോഹിത്ത് വന്നിട്ട് ബബിതയോട് പറഞ്ഞു, അതെ അമ്മ നല്ല ടെൻഷനിലാന്ന് തോന്നിയെന്ന് പറഞ്ഞു. എന്തിന് അമ്മ എന്തിനാ അത്ര ടെൻഷൻ അടിക്കുന്നത്? അമ്മ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല രോഹിത്തേട്ടാ. അതല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെല്ലാവരും കൂടെ ഒറ്റക്കെട്ട് അമ്മ ഒറ്റയ്ക്കായി പോയെന്നൊരു ചിന്ത അമ്മയുടെ മനസ്സിലുണ്ടെന്ന് തോന്നേ. പിന്നെ നീ അച്ഛനോട് ഓരോന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ അമ്മയോട് ദേഷ്യപ്പെട്ടില്ലേ? അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. വെറുതെ അങ്ങനെ പറയിക്കണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛനും അമ്മയും തമ്മിലൊരു വഴക്കുണ്ടായില്ലേ? അത് കേട്ടപ്പം ബബിതോട് അങ്ങനെയൊന്നും പറയണമെന്ന് ഉദ്ദേശിച്ചല്ല. ഒരുമാതിരി അച്ഛനെ ആണെങ്കിലും ഒന്നും അല്ലാതാക്കുന്ന രീതി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാ രോഹിത്തേട്ട സഹിക്കുന്നേ? എത്രയെന്ന് വെച്ചാൽ അച്ഛൻ പാവമായതുകൊണ്ടല്ലേ. അച്ഛൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പം എന്തായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. ശരിയാ, പക്ഷേ അമ്മയുടെ സ്വഭാവം നമ്മൾ ഇന്നലെയും കാണുന്നല്ലോ, മുമ്പ് തൊട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലെന്ന് ചോദിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കട്ടിലായിരുന്നു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് വൈജയന്തി എന്നോട് വരുന്നത്. വൈജയന്തി വന്നിട്ട് രോഹിത്തിനോട് ചോദിച്ചു, നിനക്കെന്താടാ അവിടെ കാര്യം എന്ന് ചോദിച്ചു. ഒന്നുമില്ലമ്മേ എന്ന് പറഞ്ഞു. എങ്കിൽ പോകാൻ നോക്കാൻ പറഞ്ഞു. രോഹിത്ത് പെട്ടെന്നും കൂടെ ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും ഭവിത ചോദിച്ചു, അല്ല രോഹിത്തേട്ടൻ ഇവിടെ ഇരുന്ന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. എടി നീ പ്രായപൂർത്തിയായ പെണ്ണാന്നൊരു ചിന്ത നിനക്ക് വേണമെന്ന് പറഞ്ഞു. പ്രായപൂർത്തിയായതോ? അതെ അതെ, പ്രായപൂർത്തിയായെന്നൊരു ചിന്ത വേണം, ഒരകലം പാലിക്കണം എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോൾ. ഓ അങ്ങനെയാണല്ലേ. ഭവിതയ്ക്ക് ദേഷ്യം അരച്ചു കയറി. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, അല്ല അമ്മ കൊല്ലപ്പള്ളി വീട്ടിൽ അമ്മയുടെ ആംഗളമാരുമായിട്ട് സംസാരിക്കുന്ന സമയത്തും ഇടപെടുന്ന സമയത്തും എത്ര അകലം പാലിച്ചിട്ടുണ്ടായിരുന്നു? അതൊന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ ആ അകലം വിട്ട് സംസാരിച്ചോളാന്ന് പറഞ്ഞു. എന്താടി നീ പറഞ്ഞ് അധിക പ്രസംഗം പറയണോ? അതും ചോദിച്ചോണ്ട്
ഭവിതയുടെ നേർക്ക് കൈ ഒങ്ങുവാണ്. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, തല്ല്, ഇനി അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. അമ്മ എന്താ വിചാരിച്ചിരിക്കുന്നത്? അമ്മ ആരാന്ന് അമ്മയുടെ വിചാരം? അമ്മയ്ക്കൊരു വിചാരമുണ്ട്, മറ്റുള്ളവരെല്ലാം അമ്മയുടെ അടിമകളാണ്, അമ്മ പറയുന്നതൊക്കെ അനുസരിക്കണമെന്ന്. ഇത് അധിക പ്രസംഗം പറഞ്ഞ ഭവിത എൻ്റെ കൈയുടെ ചൂട് ഞാൻ ഇളയുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോളൊക്കെ അങ്ങോട്ട് വന്നു. എന്താ എന്താ ഭവിതേച്ചെന്ന് ചോദിച്ചു. അമ്മ ഞാൻ പറയണില്ല എന്നാന്ന്. അമ്മയ്ക്കിപ്പം ഞാനും രോഹിത്തേട്ടനും പോലും ഇരുന്ന് സംസാരിക്കുമ്പോഴും അമ്മയ്ക്ക് സംശയമാണ് പോലും. എന്താ അമ്മ ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണമോള് വൈജേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. അമ്മയ്ക്ക് എന്താ ഇങ്ങനെയൊക്കെ? അമ്മ എന്ത് കണ്ടിട്ട് എങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ ചോദിച്ചു. ഒടുവിൽ വൈജയന്തി അങ്ങോട്ട് പോയി. ഭവിതയ്ക്കാണ് ആകെപ്പാടെ വിഷമമായി. കാരണം ഇങ്ങനെ വൈജയന്തി പ്രതികരിക്കുമെന്ന് ഓർത്തില്ല. പ്രായപൂർത്തിയായതാണ് പോലും. സ്വന്തം ആങ്ങളുടെ അടുത്തിന് സംസാരിക്കുമ്പോൾ അമ്മ പറയണേ, അമ്മയുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തകളും കാര്യങ്ങളൊക്കെയാ. ഭവിതയ്ക്ക് അങ്ങ് സഹിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭവിതയുടെ ഫോണിലേക്ക് അലീനെ വിളിക്കുകയാണ്. അങ്ങനെ കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അലീന ചോദിച്ചു, എന്ത് പറ്റി? സൗണ്ടൊക്കെ വല്ലായിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഒന്നും ഇല്ലായികയല്ല, എന്തോ ഒരു കാര്യമുണ്ട്, അതെനിക്ക് മനസ്സിലായി. അത് പിന്നെ എന്താ? ഞാൻ കാരണം അച്ഛനും അമ്മയും തമ്മിൽ നിന്ന് വഴക്കുണ്ടായി. അതെന്താ കാരണം? എന്നാ വെച്ചാൽ പറ. അത് പിന്നെ പുറത്തുപോയ കാര്യം, പുറത്തുപോയി ഫുഡ് കഴിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ലേ, അമ്മയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ നിനക്ക്, അപ്പം പിന്നെ അതിനനുസരിച്ച് നിന്നാൽ മതി. പിന്നെ അമ്മയുടെ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അമ്മ കൊണ്ടുവന്നോട്ടെ. ഇനിയിപ്പം നിങ്ങൾ അടുക്കള കയറി ഒന്ന് ചെയ്യാനോ അല്ല അങ്ങനെയൊന്നും പോകണ്ട, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകണ്ട. പറഞ്ഞു കേട്ടല്ലോ. എന്നാലും അലീന ചേച്ചി, എനിക്ക് ചില സമയത്ത് സങ്കടവും ദേഷ്യം വരും. ദേഷ്യം ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എന്താണല്ലോ ഒരു കാര്യം ഉറപ്പാ, നിങ്ങൾ അച്ഛനും മക്കളും എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് നിങ്ങളെ തകർക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അമ്മയ്ക്ക് അത് ദേഷ്യമുള്ള കാര്യമാണ്, അതാണ് അമ്മയുടെ പ്രശ്നം. അമ്മ എന്ത് പറഞ്ഞാലും അത് കേട്ടിരുന്ന് അടിച്ചങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അല്ല, എനിക്കാണെങ്കിൽ സങ്കടം വേണ്ടെന്നേ, സങ്കടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും ഭവിത ചോദിച്ചു, അല്ല അലീന ചേച്ചിക്ക് അവിടെ സുഖമാണോ? എനിക്കവിടെ സുഖമാണ്. അല്ല, ഞാനിങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അലീന ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കാൻ മറന്നുപോയി. അലീന ചേച്ചിക്ക് അവിടെ എന്ത് ജോലിയാ? എനിക്കിവിടെ ജോലിയൊന്നും ആയിട്ടില്ല. ആയില്ലേ? അപ്പോൾ അവിടെ എന്തെടുക്കുക? ഇപ്പം ഫുഡ് കഴിക്കുന്നു, വെറുതെ ഇരിക്കുന്നു, അത്രമാത്രം. അല്ല, അവിടെ വേറെ ആരൊക്കെയുണ്ട്? പറഞ്ഞല്ലോ. അല്ല, അപ്പോൾ വേറെ പെണ്ണുങ്ങളാരും വന്നിട്ടില്ല എതിരായിട്ടും? ആ വീട്ടിലെ മുതലാളിയുടെ ഭാര്യയൊന്നും വന്നിട്ടില്ലേ? ഇല്ല, അവരാരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് അലീന പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള വഴക്കില്ലാതാക്കാനും നോക്കണ്ടേ, അല്ലാതെ ഒരു കാരണവശാലും അവർ തമ്മിൽ വഴക്കുണ്ടാക്കാണ്ട് നമ്മളൊരു കാരണമാവരുമെന്ന് പറഞ്ഞു. അലീന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. അലീന ചേച്ചി ഇല്ലാത്തതുകൊണ്ടായി കുഴപ്പമെന്ന് പറഞ്ഞു. സാരമില്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുന്ന സമയത്ത് ഭവിത ചോദിച്ചു, അല്ല, ഈ കുളത്തോപ്പുഴയിലെ അഡ്രസ്സ് ഒന്ന് തരാമെന്ന് ചോദിച്ചു. എന്തിനാ? എനിക്കും അങ്ങോട്ടേക്ക് വരാനായിരുന്നു. വരാനാ? അതെ. അല്ല, എനിക്കും അവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ? ജോലി ചെയ്യാനാ? ഞാനും അലീന ചേച്ചിയുടെ കൂടെ അവിടെ വന്ന് നിൽക്കായിരുന്നു. ഇതിനേക്കാളും ഭേദം അതാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു രസമില്ലെന്നേ. എപ്പോഴും അമ്മ വന്നതിന് ശേഷം ഒരു സന്തോഷ സമാധാനമൊന്നുമില്ല. ഞങ്ങൾക്ക് സ്വസ്ഥതയുടെ സമാധാനത്തോടെ ഒന്ന് വർത്താനം പറയാൻ പോലും പറ്റില്ല. അപ്പോഴേക്കും അമ്മ ഒന്ന് പഠിക്കാനില്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എത്രയെന്ന് കണ്ട അലീന ചേച്ചി. സാരമില്ല, പോട്ടെ, എല്ലാം ശരിയാകും, കുറച്ച് ദിവസം അതിൽ കഴിയുമ്പോഴത്തേനും എല്ലാം ഓക്കെ ആയി വരുമെന്ന് പറഞ്ഞുകൊണ്ട് അലീനെ അങ്ങനെ സമാധാനിപ്പിച്ചു വെച്ചു. പിറ്റേ ദിവസം രാവിലെ ജോലിക്കാരി വന്നില്ല. ജോലിക്കാരി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പോയായിരുന്നു, വന്നതുമില്ല. വൈജയന്തിക്ക് എന്ത് ചെയ്യണം നടത്തില്ല. വൈജയന്തി രാവിലെ അടുക്കള കയറി ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും ഭവിതയാണെങ്കിലും കൃഷ്ണമോളാണെങ്കിലും അടുക്കളയുടെ പരിസരത്തേക്ക് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരാണ് അടുക്കള കയറി ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എങ്കിൽ ഇന്ന് അടുക്കളയുടെ ഭാഗത്തേക്ക് പോലും വന്നില്ല. അപ്പോൾ വൈജയന്തി വിലക്കിയിട്ടുണ്ടായിരുന്നല്ലോ കയറണ്ടാന്ന്. അങ്ങനെ ഭവിതയുടെ മുറിയിലേക്ക് എന്ന് നോക്കുമ്പോൾ അവൾ പുസ്തകത്തിലേക്ക് കണ്ണു നട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താടി നീ പഠിക്കുമെന്നും പറഞ്ഞ് പുസ്തകത്തിൽ വെറുതെ നോക്കിയിരിക്കണോ? വെറുതെ ഇരിക്കണോ? അടുക്കളയിലേക്ക് വന്ന് എന്നെ എന്ത് സഹായിക്കാൻ പറഞ്ഞു. ഭവിത പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ? എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് വെറുതെ പുസ്തകത്തിൽ നോക്കിയിരിക്കുവാണല്ലോ. വെറുതെ പുസ്തകത്തിൽ നോക്കൊന്നുമല്ല, അതമ്മയ്ക്ക് വെറുതെ തോന്നാം. അതേടി, ഒറ്റ അടുക്കള കയറി എന്നോടൊപ്പം സഹായിച്ചേക്കരുത്. തിന്നാൻ സമയമാകുമ്പത്തിന് എല്ലാം കൂടി എഴുന്നള്ളി വന്നേരെ കാണിച്ചു തരാം ഞാൻ. അതെ, ഞങ്ങൾ മര്യാദയ്ക്ക് അടുക്കള കയറി ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നല്ലേ, അമ്മയല്ലേ വേണ്ടെന്ന് പറഞ്ഞത്. അമ്മ എന്താ പറഞ്ഞേ?
പഠിക്കാനുള്ള സമയത്ത് പഠിക്കണമെന്ന്. അതുകൊണ്ട് ഇനി എന്താണെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു. ഓഹോ, എന്നോടുള്ള വാശിയല്ലേന്ന് ചോദിച്ചു. വാശിയൊന്നുമല്ല, ഉള്ളത് പറഞ്ഞ. അപ്പം അലീന ചേച്ചിയുടെ ഭരണപരിഷ്കാരങ്ങളാണ് പോലും, അതൊന്നും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾക്കെന്താ നിർബന്ധം? ഞങ്ങൾ ഇവിടെ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോളാം, ഞങ്ങൾക്ക് നേരത്തുള്ള കഴിക്കാൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല വൈജയന്തിക്ക്. വൈജയന്തി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. കാരണം വൈജയന്തിക്ക് ഓഫീസിൽ പോകാൻ തുടങ്ങണം ഇനി. കാലൊക്കെ കുറച്ച് ഭേദമായി വന്നിട്ടുണ്ട്. പോരാത്തനാണെങ്കിൽ ജോലിക്കാരി വന്നിട്ടുമില്ല, എല്ലാം തനിച്ച് ചെയ്തിട്ട് വേണം ഇനി പോകാനായിട്ട്. അതിൻ്റെ ഒരു ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കൃഷ്ണമോളും ഭവതി എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ്. പക്ഷേ വൈജയന്തിയുടെ നാവ് അതാണ് എല്ലാത്തിനും കാരണമായി തീർന്നത്. വൈജയന്തി അങ്ങനെയൊന്നും പറയാതിരിക്കുമായിരുന്നെങ്കിൽ കുട്ടികൾ മര്യാദയ്ക്ക് അടുക്കള കയറി ജോലികളൊക്കെ ചെയ്തേനം. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തോട് കൂടിയിട്ടാണ് വൈജയന്തി അടുക്കള കയറി ജോലികളൊക്കെ ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾ വന്നപ്പോൾ വൈജയന്തി പിറുപിറുത്തോണ്ട് ജോലികളൊക്കെ ചെയ്യുന്ന കാഴ്ചയെ കണ്ടേ. അങ്ങനെ കൃഷ്ണമോള് ഭവിതയുടെ അടുത്ത് ചെന്നപ്പോൾ ഭവിത പറഞ്ഞു, അമ്മയ്ക്കിട്ട് പണി കിട്ടിയതാ കൃഷ്ണേ. ആ ജോലിക്കാരി പോയതുകൊണ്ട് നല്ല 8ന്റെ പണി തന്നെയാണ് കിട്ടിയത്. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞ്, നിങ്ങൾ അടുക്കളയിലേക്ക് കയറണ്ട, എനിക്ക് തന്നെ അറിയാം ചെയ്യാനായിട്ട്. നിങ്ങളെയൊക്കെ പ്രസവിച്ച് വളർത്തി ഇത്രയും വലുതാക്കിയത് ഞാനാ എന്നൊക്കെ പറഞ്ഞ ഇപ്പം തന്നെ കണ്ടില്ലേ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നേ. ആ ജോലിക്കാരി വരാതിരുന്നാൽ മതിയായിരുന്നു, അപ്പം നമുക്ക് കാണായിരുന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, അമ്മ കേൾക്കണ്ട, അമ്മ കേട്ടിട്ടുണ്ട് പിന്നെ തീർന്നു, ഇനിയിപ്പോൾ അതായിരിക്കും അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.